സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട പരീക്ഷകൾക്ക് തയ്യാറാക്കുന്ന ഉദ്യോഗാർത്ഥികളെ ഉദ്ദേശിച്ചുകൊണ്ട് അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോയാണിത്. സഹകരണ മേഖലയിൽ നിന്ന് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു പ്രധാന ഏരിയയാണ് ലീഗൽ എൻവയോൺമെൻറ്റ് ഫോർ കോപ്പറേറ്റീവ്സ് അല്ലെങ്കിൽ സെക്ഷൻസ് ഉൾക്കൊള്ളുന്ന ഭാഗങ്ങൾ. അതിനകത്ത് എങ്ങനെയാണ് ഇന്ത്യയിൽ സഹകരണ പ്രസ്ഥാനം നിലവിൽ വന്നിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇന്ത്യയിൽ സഹകരണ പ്രസ്ഥാനം എങ്ങനെയാണ് തുടങ്ങി വച്ചിരിക്കുന്നത്? കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ആസ് എ ഗവൺമെൻറ് സ്പോൺസേഡ് മൂവ്മെൻറ്റ്, ബട്ട് ഇൻ യൂറോപ്യൻ കൺട്രി ഇറ്റ് വാസ് എ പീപ്പിൾസ് മൂവ്മെൻറ്റ് വിത്തൗട്ട് എനി ലീഗൽ ബാക്കിംഗ്. അതായത് ഇന്ത്യയിൽ സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചിരിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ശക്തമായ പിന്തുണയോടു കൂടിയാണ്. പക്ഷേ പാശ്ചാത്യ രാജ്യങ്ങളിൽ ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി തുടങ്ങി വച്ചിരിക്കുന്ന ഒരു സംരംഭം എന്ന രീതിയിലാണ്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന സമയത്ത് ഡ്യൂറിങ് ഏർലിയർ പീരീഡ് ബ്രിട്ടീഷ് റൂൾ ഇക്കണോമിക് പൊസിഷൻ ഓഫ് ഇന്ത്യൻ വില്ലേജസ് വാസ് കംപ്ലീറ്റ്ലി ഷാറ്റേഡ്. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിരുന്നു. ഡ്യൂറിങ് ദിസ് ടൈം ഗവൺമെൻറ് ടുക്ക് ഇമ്മീഡിയറ്റ് സ്റ്റെപ്സ്. ഈ ഒരു സാഹചര്യത്തിൽ ഗവൺമെൻറ് ശക്തമായ ചില നടപടികൾ കൈക്കൊള്ളുകയാണ് ഉണ്ടായത്. ഗവൺമെൻറ് പാസ്ഡ് 3 ആക്ട്. ഫസ്റ്റ് വൺ ഡക്കാൻ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട് 1879, ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺസ് ആക്ട് 1883 ആൻഡ് അഗ്രികൾച്ചറൽ ലോൺസ് ആക്ട് 1884. ഗവൺമെൻറ് 3 ആക്റ്റുകളാണ് പാസ്സാക്കിയിരിക്കുന്നത്. ഡക്കാൻ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട് 1879, ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺസ് ആക്ട് 1883 ആൻഡ് അഗ്രികൾച്ചറൽ ലോൺസ് ആക്ട് 1884. ഇതിനകത്ത് തന്നെ ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺസ് ആക്ടിനെയും അഗ്രികൾച്ചറൽ ലോൺസ് ആക്ടിനെയും കമ്പൈൻ ചെയ്ത് നമ്മൾ ടക്കാവി ലോസ് എന്നാണ് അറിയപ്പെടുന്നത്. ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺസ് ആക്റ്റും അഗ്രികൾച്ചറൽ ലോൺസ് ആക്റ്റും കമ്പൈൻ ചെയ്ത് നമ്മൾ പുതിയൊരു നിയമം ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ടു. അതാണ് ടക്കാവി ലോസ് എന്നറിയപ്പെടുന്നത്. The main object of Takavi laws is to provide agricultural loans to farmers directly from the government. ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നും നേരിട്ട് കർഷകരിലേക്ക് വായ്പ എത്തിക്കുന്നതിന് വേണ്ടി തുടങ്ങി വച്ചിരിക്കുന്ന രൂപീകരിക്കപ്പെട്ട ഒരു നിയമമാണ് ടക്കാവി ലോസ് എന്ന് പറയുന്നത്. ബട്ട് തക്കാവി ലോസ് വാസ് കംപ്ലീറ്റ്ലി ഫെയിലിയർ. സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ തക്കാവി ലോസ് പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു. അപ്പോൾ ഇന്ത്യയിൽ സഹകരണ പ്രസ്ഥാനം രൂപീകരിച്ചത് ഗവൺമെൻറ് സ്പോൺസേഡ് മൂവ്മെൻറ്റിലൂടെയാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ അത് പീപ്പിൾസ് മൂവ്മെൻ്റ് ആയിരുന്നു. ഇന്ത്യയിലെ സ്ഥിതിയെക്കുറിച്ച് പഠിച്ച് അതിൽ നിന്ന് കർഷകരെ രക്ഷിക്കാനായി 3 നിയമങ്ങൾ ഇവിടെ രൂപീകരിക്കപ്പെട്ടു. അതിലൊന്ന് ഡക്കാൻ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട് 1879, ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺസ് ആക്ട് 1883 ആൻഡ് അഗ്രികൾച്ചറൽ ലോൺസ് ആക്ട് 1884. ഇതാണ് ആ 3 നിയമങ്ങൾ. ഇതിനകത്ത് തന്നെ ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺസ് ആക്ടിനെയും അഗ്രികൾച്ചറൽ ലോൺസ് ആക്ടിനെയും കമ്പൈൻ ചെയ്ത് ടക്കാവി ലോസ് എന്നറിയപ്പെട്ടു. ടക്കാവി ലോസിൻ്റെ മെയിൻ ഒബ്ജക്റ്റ് പ്രൊവൈഡ് അഗ്രികൾച്ചറൽ ലോൺസ് ടു ഫാർമേഴ്സ് ഡയറക്ട്ലി ഫ്രം ദി ഗവൺമെൻറ് എന്നുള്ളതായിരുന്നു. ഈ ടക്കാവി ലോസ് കംപ്ലീറ്റ്ലി ഫെയിലിയർ. അതാണ് സംഭവിച്ചത്. During this time, 1892, Madras government sent Sir Frederick Nicholson to Europe for studying cooperative movement. 1892 മദ്രാസ് ഗവൺമെൻറ് നിക്കോൾസനെ യൂറോപ്പിലേക്ക് അയക്കുന്നു. നിക്കോൾസൺ സബ്മിറ്റഡ് ഇറ്റ്സ് റിപ്പോർട്ട് 1895. നിക്കോൾസൺ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചത് 1895. അദ്ദേഹം റെക്കമെൻഡ് ചെയ്തത് റൈഫൈസൺ ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. നിക്കോൾസൺ സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ടിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ ഏത് തരം സഹകരണ സ്ഥാപനങ്ങൾ രൂപീകരിക്കണമെന്നാണ്. റൈഫൈസൺ ടൈപ്പിലുള്ള സഹകരണ സ്ഥാപനം രൂപീകരിക്കണമെന്നായിരുന്നു. സബ്സിക്വൻ്റ്ലി എ ഫാമിയൻ കമ്മീഷൻ റിപ്പോർട്ട് വാസ് കം ഔട്ട്. ഇതിനോടനുബന്ധിച്ച് തന്നെ മറ്റൊരു റിപ്പോർട്ട് കൂടി നിലവിൽ വന്നു, ഫാമിയൻ കമ്മീഷൻ റിപ്പോർട്ട്. അതിൻ്റെ വർഷം 1901. 1901 എ ഫാമിയൻ കമ്മീഷൻ റിപ്പോർട്ട് വാസ് കം ഔട്ട് സ്ട്രോങ്ലി റെക്കമെൻഡഡ് സ്റ്റാർട്ടിംഗ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി. സഹകരണ മേഖലയിൽ
വായ്പാ സംഘങ്ങൾ രൂപീകരിക്കണമെന്ന നിർദ്ദേശവുമായി 1901 നിലവിൽ വന്ന മറ്റൊരു കമ്മീഷനാണ് ഫാമിയൻ കമ്മീഷൻ എന്ന് പറയുന്നത്. ഈ രണ്ട് കമ്മീഷൻ്റെയും റെക്കമെൻഡേഷൻ്റെ ഫലമായിട്ട് 1903 എ ബിൽ വാസ് പ്രസൻറ്റഡ് ഇൻ ദ പാർലമെൻറ്റ്. ഒരു ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു. അങ്ങനെ 1904 ഫസ്റ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് വാസ് ഫോംഡ്. 1904 ആദ്യത്തെ സഹകരണ നിയമം ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ടു. ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഫോംഡ് ഇൻ ദ ഇയർ 1904 ഇൻ ദ നെയിം ഓഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904. 1904 ആദ്യത്തെ സഹകരണ നിയമം ഇന്ത്യയിൽ രൂപീകരിക്കപ്പെടുന്നത്. അത് ഏത് പേരിലാണ്? കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 എന്ന പേരിലാണ്. ദിസ് ആക്ട് കം ഇൻ ടു ഫോഴ്സ് 25 മാർച്ച് 1904. അതായത് ഈ ആക്ടിന് നിയമസാധുത ലഭിക്കുന്നത്, നിയമപരമായി അത് നിലവിൽ വന്നത് 1904 മാർച്ച് 25 നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ സഹകരണ പ്രസ്ഥാനം ഗവൺമെൻറ് സ്പോൺസേഡ് മൂവ്മെൻ്റാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ അത് പീപ്പിൾസ് മൂവ്മെൻ്റാണ്. ഇന്ത്യയിലെ ഗ്രാമങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇവിടെ 3 നിയമങ്ങൾ വന്നു. ഡക്കാൻ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട് 1879, ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺസ് ആക്ട് 1883, അഗ്രികൾച്ചറൽ ലോൺസ് ആക്ട് 1884. ഇതിനകത്ത് ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺസ് ആക്ടിനെയും അഗ്രികൾച്ചറൽ ലോൺസ് ആക്ടിനെയും തക്കാവി ലോസ് എന്ന് പറയുന്നു. തക്കാവി ലോസിൻ്റെ മെയിൻ ഒബ്ജക്റ്റ് പ്രൊവൈഡ് അഗ്രികൾച്ചറൽ ലോൺസ് ടു ഫാർമേഴ്സ് ഡയറക്ട്ലി ഫ്രം ദി ഗവൺമെൻറ്. ആക്ട് വാസ് കംപ്ലീറ്റ്ലി ഫെയിലിയർ. 1892 മദ്രാസ് ഗവൺമെൻറ് സെൻഡ് സർ ഫെഡറിക് നിക്കോൾസൺ ടു യൂറോപ്പ് ഫോർ സ്റ്റഡിയിങ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. നിക്കോൾസൺ സബ്മിറ്റഡ് ഇറ്റ്സ് റിപ്പോർട്ട് 1895, സ്ട്രോങ്ലി റെക്കമെൻഡഡ് റൈഫൈസൺ ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. Subsequently, 1901, a Famian Commission report was come out, strongly recommended to starting cooperative credit society. In 1904, first Cooperative Societies Act was formed in the name of Cooperative Credit Societies Act 1904. This act come into force 25th March 1904.